Hi to everyone who has been preparing for UPSC, SSC, and any other exam by themselves. Take a deep breath there and ask yourself, why did you start? എന്തിനാണ് എന്തായിരുന്നു നമ്മുടെ അജണ്ട ഇത് തുടങ്ങിയപ്പോൾ, ആൻഡ് ഹൗ ഫാർ വി ഹാവ് കം ടുവേർഡ്സ് അവർ ഗോൾ. എനിക്കാണെങ്കിലും അതുപോലെ തന്നെ പലർക്കും, പ്രത്യേകിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പല കമൻസിലൂടെയും കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ദാറ്റ് a lot of us go through the same kind of thing, and that is your feeling that നമ്മൾ ഒറ്റയ്ക്കാണല്ലോ ചെയ്യുന്നത്. വീട്ടിലിരുന്നിട്ട് ചെയ്യുകയാണെങ്കിലും അതില്ല, ഹോസ്റ്റലിലോ റീഡിംഗ് റൂം എടുത്തിട്ടോ പഠിക്കുകയാണെങ്കിൽ പോലും there is this constant bickering or this constant voice that tells us പഠിച്ചത് മതിയോ, പഠിക്കുന്നുണ്ടോ, ഇനഫ് ആണോ എന്നുള്ളത്. ആൻഡ് ഐ വാസ് ജസ്റ്റ് ക്ലോസ് ടു ക്വിറ്റ് ചെയ്യില്ല എന്നുള്ളത് അറിയാം, ബിക്കോസ് I don't know, but there is always this feeling that are you doing enough? അങ്ങനത്തെ ഒരു ചോദിക്കും ഉള്ളിൽ തന്നെ. And if you are going through the same thing, I want you to know that you are doing well, you are doing good. The fact that you are tired at the end of the day, ഒരു ദിവസം മൊത്തം പഠിച്ചിട്ട് പറ്റുന്നത്ര പഠിച്ചിട്ട് രാത്രി ആകുമ്പോഴേക്ക് മതിയാക്കിയാലോ എന്ന് തോന്നുന്ന ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലുള്ള പഠിത്തം പഠിച്ചിരിക്കുമ്പോഴേ ഐ തിങ്ക് വി ഹാവ് ഡൺ അവർ ബെസ്റ്റ്. ചിലപ്പോൾ നമ്മുടെ ബെസ്റ്റ് എന്ന് പറയുന്നത് 4 hours 3 hours, ചിലപ്പോൾ 5 hours ആയിരിക്കും. മേ ബി നമ്മൾ മറ്റുള്ളവർ പഠിക്കുന്നത്ര പഠിക്കുന്നുണ്ടാവില്ല. നമ്മുടെ കൂടെയുള്ള ആൾ ചിലപ്പോൾ 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. നമുക്ക് ആ സമയത്തൊന്നും എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് വി ഷോഡ് അപ്പ്. ആൻഡ് കഴിഞ്ഞ 1 വർഷമായിട്ട്, കഴിഞ്ഞ 1.5 വർഷമായിട്ട്, 2 വർഷമായിട്ട് വി ഹാവ് ബീൻ ഷോയിങ് അപ്പ്. വി ഹാവ് ബീൻ കോൺസ്റ്റൻ്റ്ലി ട്രൈങ് ടു ഫിഗർ ദിസ് ഔട്ട്. ഓരോ ക്വസ്റ്റ്യൻസിലൂടെ ആണെങ്കിലും, ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ ആണെങ്കിലും, ഓരോ ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടാണെങ്കിലും, മോട്ടിവേഷൻ കണ്ടെത്തിയിട്ടുകൊണ്ടാണെങ്കിലും. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഓൺലി അപ്ലൈ ടു ദി UPSC പീപ്പിൾ, ബട്ട് എവ്രി വൺ ദാറ്റ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ആൻഡ് ഈ ഒരു സമയത്ത് ഇറ്റ്സ് ടോട്ടലി ഓക്കെ ടു തിങ്ക് ഓർ ഹാവ് ദി തോട്ട് ദാറ്റ് ക്വിറ്റ് ചെയ്താലോ, കുറേ ആയില്ലേ ചെയ്യുന്നേ എന്നൊക്കെ. ബട്ട് ഐ തിങ്ക് you should give yourself that one last chance. I think I saw someone's interview. ആരുടെ ഇതിൽ കണ്ടു ദാറ്റ് ഒരു 3rd attempt എടുക്കണമെന്നുള്ളത് മറ്റേ എന്താ പറയുക, ഈ ഫോർച്യൂൺ അല്ലെങ്കിൽ ഇത് പറയുന്ന കാർഡ്സ് ഉള്ള ഒരു ഇതുണ്ടല്ലോ, അതിൽ നിന്നൊരു കാർഡ് എടുത്തപ്പോഴാണ് യു ഷുഡ് ഗീവ് യുവർ സെൽഫ് വൺ മോർ ചാൻസ് എന്ന് പറയുന്നത്. ഇത് കണ്ടപ്പോഴാണ് പുള്ളിക്കാരി ആ ലാസ്റ്റ് അറ്റംപ്റ്റ് എടുക്കുന്നതും എഴുതുന്നതും പാസ്സാകുന്നതും ഒക്കെ. ആൻഡ് that worked out for her, and hopefully it works out for us too. I know this video has nothing very huge to give, but this is to give you the kind of appreciation that you need, that you are doing good. And നിങ്ങൾ ഒറ്റയ്ക്കല്ല. എൻ്റെ കമൻസിലുള്ള ആൾക്കാരെ തന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ദാറ്റ് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നത്. വീട്ടിലിരുന്നാണെങ്കിൽ പോലും നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിഷമവും നിങ്ങളുടെ വേദനയൊക്കെ മനസ്സിലാക്കുന്ന കുറച്ച് പേരെങ്കിലും കൂടെയുണ്ട്. ആൻഡ് ഇറ്റ് വിൽ വർക്ക് ഔട്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, the things that I do to keep myself sane and keep myself going is that ആ ഒരു ബ്രേക്ക് എടുക്കുന്ന സമയമുണ്ടല്ലോ, എപ്പോഴും എനിക്ക് പറ്റണില്ല. ബട്ട് അതായത് ചില സമയങ്ങളിലൊക്കെ ഭയങ്കര ഡൂം സ്ക്രോളിങ് ആണ്, ഇരുന്ന് ഫോൺ നോക്കി 1/4 മണിക്കൂറൊക്കെ പോയി പോകും ആ ഒരു ഡിമോട്ടിവേറ്റഡ് ആയിരിക്കുന്ന സമയത്ത്. പക്ഷെ ചില സമയങ്ങളിൽ വാട്ട് കെപ്റ്റ് മീ ഗോയിങ് ആർ ദീസ് ബുക്സ്, ഓരോ ബുക്കുകൾ വായിച്ചിട്ട്. ആൻഡ് ഇവിടെ ഞാൻ നിങ്ങളോട് ബുക്ക് വായിക്കണം എന്നല്ല പറയണേ, ബട്ട് ഡു സംതിങ് വിച്ച് ഷുഡ് കീപ് യു ഓക്യുപ്പൈഡ് other than the phone, other than just constantly going through the social media and having that worry.
എന്താകും ആൾക്കാരൊക്കെ ഇതായാലും. കാരണം എനിക്കൊക്കെ വരുന്ന റീൽസ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ജോലി കിട്ടിയതും അല്ലെങ്കിൽ ആൾക്കാർ മറ്റേ ഓഫീസിലിരുന്ന് പണിയെടുക്കുന്നൊക്കെയാണ്. ദർ ഇസ് വൺ തിങ് ലാസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഷോ ദാറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഐ ഹാവ് ഓൾസോ സ്റ്റാർട്ടഡ് പെയിൻറ്റിങ്. വെരി റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് പെയിൻറ്റിങ് ആൻഡ് വെയിറ്റ്. I wouldn't say I'm a very wonderful painter. I can barely make the edges meet, but ഇത് ചെയ്തിട്ട് അവസാനം ഒരു ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ gives me some kind of happiness. And maybe if ഇതിലല്ലെങ്കിൽ something else, you should also try to find that happiness, because that might be the thing which should keep you going forward. Also, I wanted to show off my painting because I really made me happy drawing that. With that said, continue your preparation. You are doing your best. That's all that matters. You got this. Stay hydrated. Exams are near, and the thought of quitting will come, but you should keep on going because you have come so far. Take care. Have a nice day. This is UPC World. 2 ദിവസമായി ഞാനതൊന്നും പറയണില്ല. It does not matter, but yeah. Take care. Bye.